ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം വ്യാപാര കരാർ ഉപയോഗിച്ചുവെന്ന വാദം ഇന്ത്യ വീണ്ടും തള്ളി. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡിജിഎംഒമാർ തമ്മിൽ നടത്തിയ ചർച്ചയിലൂടെയാണ് വെടിനിർത്തൽ സാധ്യമായതെന്ന് വ്യാഴാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇത് വ്യക്തമാക്കിയിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച മെയ് 7 മുതൽ മെയ് 10 വെടിനിർത്തൽ വരെ ഇന്ത്യൻ US നേതാക്കൾ മേഖലയിലെ സൈനിക നടപടിയെക്കുറിച്ച് മാത്രമാണ് ആശയവിനിമയം നടത്തിയതെന്നും വ്യാപാരം, താരിഫ് എന്നീ വിഷയങ്ങളിൽ ചർച്ച ഉണ്ടായിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. From the time Operation Sindoor commenced on 7th May till the understanding on cessation of firing and military action on 10th May, there were conversations between Indian and US leaders on the evolving military situation. The issue of trade or tariff did not come up in any of those discussions. External Affairs Minister has also made clear that the cessation of firing was decided upon through direct contacts between the DGMOs of India and Pakistan. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ വ്യാപാര കരാർ ഉപയോഗിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് ഭരണകൂടം വീണ്ടും ആവർത്തിച്ചിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ വെടിനിർത്തൽ കരാർ സാധ്യമാക്കുന്നതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടെന്നും ഇരു രാജ്യങ്ങൾക്കും US-ഉമായി വ്യാപാര ബന്ധത്തിന് അനുമതി നൽകിയതുകൊണ്ട് മാത്രമാണ് വെടിനിർത്തൽ സാധ്യമായതുമെന്നുമാണ് വാദം. US വ്യാപാര സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് US കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഈ അവകാശവാദം. ട്രംപിന്റെ വ്യാപാര നയങ്ങൾക്കെതിരായ കേസുകളിൽ മാൻഹാറ്റനിലെ കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് വാദം കേൾക്കവെയാണ് ലുട്നിക് സത്യവാങ്മൂലം സമർപ്പിച്ചത്. മാതൃഭൂമി ന്യൂസ്, വെബ് ഡെസ്ക്, തിരുവനന്തപുരം.